ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന പഴയ മുദ്രാവാക്യമുണ്ടല്ലോ, അതാണ് ഇവർ ഉള്ളിൽ ആവാഹിക്കുന്നത്. ബംഗാളി അവർ ഉൾക്കൊള്ളുന്നില്ല, നോർത്ത് ഈസ്റ്റിലെ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല, മദ്രാസിയെ സൗത്ത് ഇന്ത്യനെ ഉൾക്കൊള്ളുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു ഗോരാജ്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ വലിയ തോതിൽ ഉത്തരേന്ത്യയിലുണ്ട്. അതിപ്പോൾ പുതുതായിട്ടുണ്ടായാലും നേരത്തെയുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ ഇഷ്ടം പോലെ കടന്ന് പെരുമാറാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നു. നമ്മൾ വാളയാറിൽ സംഭവിച്ചതാണ്. ഈ ബംഗ്ലാദേശിലെ നിയോജിച്ചിട്ടാണ് ഒരു പാവം ഛത്തീസ്ഗഡുകാരനെ ഇടിച്ച് തല്ലിക്കൊന്നത്. 2014 ജനുവരിയിൽ ഒരു 20 വയസ്സുള്ള ഒരു അരുണാചൽ പ്രദേശിൽ നിന്നുള്ള നിതോ താനിയ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, അവൻ ഇവിടെ പഠിക്കുകയാണ്, മറ്റേ ജലന്ധറിലെ ലവ്ലി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ അച്ഛൻ അവിടുത്തെ MLA ആണ്, കോൺഗ്രസിൻ്റെ MLA അരുണാചൽ പ്രദേശിൽ. ഈ പയ്യനെ ഇടിച്ചു കൊന്നു കളഞ്ഞു. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ വിളിക്കുന്ന അമൃത കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ചിങ്കീസ് എന്നാണ് വിളിക്കുക. ചിങ്കി എന്ന് വിളിക്കും, മോമോ എന്ന് വിളിക്കും. ഇത് ഒരു അങ്ങേയറ്റം വൃത്തിയായിട്ട് റേഷ്യൽ സ്ലറാണത്. അപ്പോൾ ഇവന് അവിടെ ലജ്പത് നഗറിലോ മറ്റോ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ചിങ്കീസ് എന്ന് വിളിച്ചു, പരിഹസിച്ചു. അതിനെ ഇവനെ ചോദ്യം ചെയ്തു, ഇടിച്ചു, പരുവാക്കി കൊന്നു കളഞ്ഞു. നിതോ താനിയെ 2014. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന 80% ആളുകളും ഈ നിലക്കുള്ള വിവേചനം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഫിസിക്കലാകാം, മെൻ്റലാകാം. നന്ന ചുരുങ്ങിയത് ഈ റേഷ്യൽ സ്ലറും മോമോ വിളിയോ അല്ല ചിങ്കി വിളിയോ ചൈന വിളിയോ ഒക്കെ കേൾക്കും. 80% നോർത്ത് ഈസ്റ്റേൺ ആളുകളും മെയിൻലാൻഡ് ഇന്ത്യയിൽ വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ് ഈ കമ്മിറ്റി സർക്കാർ നിശ്ചയിച്ചൊരു കമ്മിറ്റി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അതിൽ പറയുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെ അതിക്രമത്തിന് വിധേയരാകുന്ന ആളുകൾ 5% മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിന് കാരണം അവർക്ക് ട്രസ്റ്റ് ഇല്ല, പോലീസിൽ ട്രസ്റ്റ് ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്നും പരിഹാസം കേൾക്കേണ്ടി വരും. ഇത് സർക്കാർ നിശ്ചയിച്ചൊരു കമ്മിറ്റി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് പറയുന്ന കാര്യമാണ് 2014 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങേയറ്റത്ത് വംശീയ ബോധത്തോടു കൂടിയാണ് ഈ മനുഷ്യരെ കാണുന്നത് എന്നുള്ളതാണ്. ഇത് അവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഇപ്പം അത് കുറവാണ്. ഇപ്പോൾ വെച്ചാൽ മലയാളികൾ കൂടി ഉണ്ടായിരിക്കും. മുമ്പൊക്കെ ഡൽഹിയിൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും കേൾക്കുന്നത് മദ്രാസി. നമ്മൾ മലയാളികൾ അവരെ മദ്രാസി എന്നാണല്ലോ വിളിക്കുക. ഒരു മലയാളി സ്വത്തം പോലും അവർക്ക് നമുക്ക് അനുവദിച്ചിട്ടില്ല, മദ്രാസി എന്നാണ് വിളിക്കുക. ഇപ്പോൾ ബംഗാളികൾ അനുഭവിക്കുന്നു വെച്ചാൽ, ബംഗാൾ ലുങ്കി ഉടുത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും നാടുകടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആരാണ്? ബംഗാൾ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വ്യാപകമായി ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകളെ, അത് ആൾക്കൂട്ടമല്ല, ഗവൺമെൻറ് മിഷണറി തന്നെ അവരെ വേട്ടയാടുന്ന അവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദി എന്താണ്